ഒക്കെ മർച്ചൻ്റ് അസോസിയേഷനോട്ടും വ്യാപാരികളായിട്ടും വളരെ സഹകരണമുള്ളവരാണ്. അപ്പോൾ അതുമല്ല റിട്ടയർഡ് ചെയ്ത അനവധി ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ വെച്ച് ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഡയാലിസിസ് ചികിത്സയുടെ ചെലവ് താങ്ങാനാകാതെ ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് ആശ്വാസമായി പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നു. സ്വന്തം സ്ഥലം വാങ്ങി ആധുനിക സൗകര്യങ്ങളോടെയാണ് സെന്റർ ഒരുക്കുന്നത്. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. 2010 മുതൽ തന്നെ രോഗികൾക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്ന പദ്ധതികൾ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി വൃക്കരോഗികൾ ഡയാലിസിസ് ചികിത്സയുടെ ചെലവ് താങ്ങാനാകാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം നേരിട്ട് മനസ്സിലാക്കിയതോടെയാണ് സൗജന്യ ഡയാലിസിസ് സെന്റർ എന്ന ആശയത്തിലേക്ക് സംഘടന എത്തിയത്. പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെയും സുമനസുകളായ നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി സംഘടന സ്വന്തം സ്ഥലം വാങ്ങി ആധുനിക സംവിധാനങ്ങളോടും ഡയാലിസിസ് മെഷീനുകളോടും കൂടിയ സെന്റർ ഒരുക്കും. ആദ്യഘട്ടത്തിൽ 5 ഡയാലിസിസ് മെഷീനുകളാണ് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നത്. പിന്നീട് കുറഞ്ഞത് 10 മെഷീനുകളിലേക്ക് സൗകര്യം വിപുലീകരിക്കാനാണ് സംഘടനയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 5 ഡയാലിസിസ് മെഷീനുകളാണ് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നത്. പിന്നീട് കുറഞ്ഞത് 10 മെഷീനുകളിലേക്കും സൗകര്യം വിപുലീകരിക്കാനാണ് പദ്ധതി. കൂടുതൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. സെന്റർ മികച്ച രീതിയിൽ നടത്തുന്നതിനുള്ള സാങ്കേതികവും പ്രവർത്തനപരവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഡയാലിസിസ് രംഗത്ത് പരിചയസമ്പത്തുള്ള തണൽ സംഘടനയുടെ സഹായവും തേടുന്നുണ്ട്. ഡയാലിസിസ് സെന്റർ നടത്തിപ്പിലെ അവരുടെ അനുഭവവും നിർദ്ദേശങ്ങളും പ്രയോജനപ്പെടുത്തി സംവിധാനങ്ങൾ ഒരുക്കാനാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ തീരുമാനം. പെരിന്തൽമണ്ണയിലെ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും വിരമിച്ച ആരോഗ്യ പ്രവർത്തകരുടെയും സഹകരണത്തോടെ പ്രവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയും സംഘടനയ്ക്കുണ്ടെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു പറഞ്ഞു. ഞങ്ങൾക്കിതിന് നിയമോപദേശങ്ങളും ചെയ്ത പരിചയവും 100-100ഓളം അത് എത്ര എണ്ണപ്പോ മറന്നുപോയി, അത്രയും ഒരു സെന്റർ നടത്തുന്ന ഒരു സംഘടന ഉണ്ട് ഇവിടെ. ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നുണ്ടായി ആ വ്യക്തി തന്നെ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു സംഘടന തണൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിലൊരു സംഘടന ഉണ്ട്. ആ തണലിൽ എല്ലാ വക നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരും. അവരെ പിന്തുണയോട്, അവരെ ക്യാഷ് കൊണ്ടോ മറ്റുള്ള ഒന്നുമില്ല, അവരെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രൂപത്തിൽ തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5 മെഷീനാണ്. 5 മെഷീന് 1 ഡേ മാത്രം പ്രവർത്തിക്കുന്നതാണ്. 30 പേരെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയും. അത് ഡേ നൈറ്റ് 24 മണിക്കൂറുള്ളതായി കഴിയും. വെച്ചാൽ 90 എന്നുള്ളത് 60, 30 എന്നുള്ള 60 ആക്കാൻ കഴിയും. ഈ 60 എന്നുള്ളത് ഞങ്ങൾ സംവിധാനങ്ങൾ ചെയ്യുന്ന കുറഞ്ഞത് 10 മെഷീനേലും വെക്കേണ്ട സംവിധാനം. ആദ്യം 5-ൽ തുടങ്ങിയാലും 10 ഞങ്ങളെ കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ 100 ചില്ലാനം രോഗികളെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയും. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം 700 ചില്ലാനം ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ അവരെ പിന്നെ IMAയുടെ ജനറൽ ബോഡിയോ കൂടുമ്പോൾ അവരെ പ്രവർത്തന റിപ്പോർട്ട് വരുമ്പോഴാണ് ഞാൻ കണ്ടത് 700 ചില്ലാനം ഡോക്ടർമാർ പെരിന്തൽമണ്ണയിൽ ഇന്നുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന പദ്ധതിയായതിനാൽ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹായം സംഘടന പ്രതീക്ഷിക്കുന്നുണ്ട്. അംഗങ്ങളല്ലാത്ത നിരവധി വ്യാപാരികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുന്നവരാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു നല്ല കാര്യത്തിനായി മുന്നിട്ടിറങ്ങുമ്പോൾ സഹായവുമായി നിരവധി പേരെത്തുന്ന അനുഭവമാണ് സംഘടനയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. അതുകൊണ്ടുതന്നെ ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മർച്ചന്റ്സ് അസോസിയേഷൻ. ഒക്കെ മർച്ചന്റ് അസോസിയേഷനോട്ടും വ്യാപാരികളായിട്ടും വളരെ സഹകരണമുള്ളവരാണ്. അപ്പോൾ അതുമല്ല റിട്ടയർഡ് ചെയ്ത അനവധി ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ വെച്ച് ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഇതിനുള്ള സാമ്പത്തികമായിട്ട് ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടല്ല തുടങ്ങും. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇവിടുത്തെ വ്യാപാരികളെ 100% വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, വ്യാപാരം ചെയ്യുന്നവരാണെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാതെ ഇവിടെ ഇരുന്ന കച്ചവടം ചെയ്യാത്ത വലിയ കുറേ വ്യാപാരികളുണ്ട്. അവരൊക്കെ നല്ല ദാനധർമ്മം ചെയ്യുന്നവരാണ്. ഈ വിഷയം പറഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേനും സാധാരണ വ്യാപാരി ഒരു വിഷയം പറഞ്ഞു, ഞാൻ തരാമെന്ന്. 8 ലക്ഷത്തോളം ഉറുപ്പിക വരുന്നതാണ്. അപ്പോൾ അത്രയും ഞങ്ങളാരും ചോദിച്ചിട്ടല്ല,
ചോദിക്കാതെ തന്നെ പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുള്ള ഞങ്ങളെ കാഴ്ചപ്പാടിൽ അങ്ങനത്തെ ചെയ്യാൻ പറ്റിയ പലവരുമുണ്ട്. കാരണം ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയാൽ നല്ല വഴിക്ക് ചെലവഴിക്കണം എന്ന് മനസ്സുള്ള കുറേ പേരുണ്ട്. പക്ഷേ അത് നടത്തുന്ന ആൾക്കാരും നടത്തുന്ന സംഘടനയോ വ്യക്തിയോ അതിന് നേതൃത്വം കൊടുക്കുന്നവരെ കൂടി കണക്കിലെടുത്താൽ അവർക്ക് ചെയ്യും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരി സംഘടനയെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരി നയിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ വേറെ സമൂഹത്തിൻ്റെ മുമ്പിൽ അരവാക്ക് പറയാനുള്ള അവസരം ഞങ്ങളെ സംഘടന ഉണ്ടാക്കിയിട്ടില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ മൂലധനം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പുതിയ പദ്ധതിയുമായി മുന്നിട്ടിറങ്ങുന്നത്. വ്യാപാരികളുടെയും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് സംഘടനയുടെ ശ്രമം. ഇതുമായി സഹകരിക്കാൻ താൽപര്യമുള്ള പൊതുസമൂഹത്തിൽ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാക്കാനും തീരുമാനിച്ചതായി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അറിയിച്ചു. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു, സെക്രട്ടറി ഷാലിമാർ ഷൌക്കത്ത്, PTS മോസു, CP മുഹമ്മദ് ഇഖ്ബാൽ, ടാലൻ ലത്തീഫ്, യൂസഫ് രാമപുരം, ലിയാഖത്ത് അലി ഖാൻ, KP ഉമർ, PP സൈദലവി, വൈറർ എസ് ദാസ്, ഗഫൂർ വള്ളൂരാൻ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, റഷീദ് ഇലക്ട്രോ, ഒമർ ഷെരീഫ്, കാജ മുഹ്യുദ്ദീൻ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. പോകാം. വീട്ടിലേക്ക് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? വീട്ടിലേക്കല്ല, ഇമേജിലോട്ട്. ഈ ഓണത്തിന് 26 കോടികളുടെ ഓഫറുകളും സമ്മാനങ്ങളുമായി ഇമേജ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 21,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫേഴ്സും 26,000 രൂപ വരെയുള്ള സ്പെഷ്യൽ എക്സ്ചേഞ്ച് ഓഫറും. ഭാഗ്യ പരീക്ഷണങ്ങളോ നറുക്കെടുപ്പോ ഇല്ല. ഈ ഓണം ഇമേജിനൊപ്പം ആഘോഷിക്കാം. നമ്മളോണം ഇമേജിൽ. ഈ ഓണം ഇമേജിനോടൊപ്പം ആഘോഷിക്കാം. നമ്മളോണം ഇമേജിൽ.